പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നിങ്ങളോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുവാൻ ദൈവമൊരുക്കിയ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, കർത്താവിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടാൻ കഴിയും, ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഇണങ്ങിയ ആയുധമായി നമുക്കെങ്ങനെ മാറാൻ കഴിയും. എനിക്കറിയാം, ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കർത്താവിനാൽ പ്രയോജനപ്പെടണം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. വിശ്വാസികളായിരിക്കാം, പാസ്റ്റർമാരായിരിക്കാം, വർഷങ്ങളായി കർത്താവിൻ്റെ നാമത്തെ അറിയുകയും ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കാം. എല്ലാവരുടെയും അകത്ത് ഒരു വലിയ ആഗ്രഹം, കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, ദൈവത്തിന് വേണ്ടി എന്നെ തന്നെ ഒന്നൊരുക്കി ഈ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഈ കാലത്ത് കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ അധ്വാനിക്കണം, അവിടുത്തെ നാമത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിൻ്റെ കയ്യിൽ പ്രയോജനമുള്ള ഒരു പാത്രമായി മാറണം. ഈ ആഗ്രഹമില്ലാത്ത ആരുമില്ല. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടാം. ആദ്യമേ തന്നെ പറയട്ടെ, നമുക്കെല്ലാവർക്കുമുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യർ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാർ, അഭിഷിക്തകൾ, ഇവരെയെല്ലാം നാം പരിശോധിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശ്രേഷ്ഠന്മാരായ ദൈവ മനുഷ്യർ, അവർ കർത്താവിൻ്റെ കരങ്ങളിൽ വളരെ പ്രയോജനപ്പെട്ടു. അതിൻ്റെ കാരണം, അവർ നമ്മളെപ്പോലെ സാധാരണക്കാരല്ല, എന്തോ വിശേഷപ്പെട്ട പ്രത്യേകതയുള്ള മനുഷ്യരായിരുന്നു അവർ. അതുകൊണ്ടാണ് ദൈവം അവരെ ഉപയോഗിച്ചത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, നിശ്ചയമായും അവർക്ക് ചില വിശേഷതകളൊക്കെ ഉണ്ടായിരുന്നു. ആ വിശേഷതകൾ നമ്മിലുമുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ അതുണ്ടാകണം. അതിനപ്പുറമായി നമ്മിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഏലിയാവിനെക്കുറിച്ച് യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ അഭിഷിക്തന്മാരായി ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ട മനുഷ്യർ നമ്മെപ്പോലെ തന്നെ ഇച്ഛയും വികാരങ്ങളും പ്രലോഭനങ്ങളും എല്ലാമുള്ള സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ദൈവം അവരെ ഉപയോഗിച്ച വിധങ്ങൾ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ വന്നുപോയ തകർച്ചകളും ബലഹീനതകളുമെല്ലാം അതുപോലെ തന്നെ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം അതൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇവരൊക്കെ നമ്മെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ വളരെയധികം പ്രയോജനപ്പെട്ടു എന്നത് നാം പഠിക്കുമ്പോൾ നമുക്കും ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അത് നമുക്ക് വളരെ പ്രയോജനകരമാകും. എല്ലാ കാലത്തുമുള്ള ജനത്തെ കർത്താവ് ഉപയോഗിച്ചതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ആളായിരിക്കാം, ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നവർ ആയിരിക്കാം. എന്തു തന്നെയാണെങ്കിലും കർത്താവ് നമ്മെ കൂടുതൽ പ്രയോജനപ്പെടുത്തണം, അവിടുത്തെ നാമത്തിനു വേണ്ടി നമ്മെ കൂടുതൽ ഉപയോഗിക്കണം. ഈ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിന് ആധാരമായി ഒരു വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇവയെ വിട്ടകന്ന്
തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് ആ ഭാഗത്ത് പറയുന്നത്, അവയെ വിട്ടകന്ന്, ചില കാര്യങ്ങളെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. അപ്പോ ഒരു വലിയ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. തന്നെത്താൻ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം. നാം ആ വാക്യം വായിക്കുമ്പോൾ ഒരു വീടിനെ കുറിച്ചുള്ള ചിത്രമാണ് നൽകുന്നത്. ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും അങ്ങനെയുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങൾ കൊണ്ടുള്ള സാമാനങ്ങളുണ്ട്. മാത്രമല്ല മണ്ണുകൊണ്ടുള്ളവയും മരവും മണ്ണും കൊണ്ടുള്ളവയും ഒക്കെ ഉണ്ട് എന്ന് അവിടെ പറയുന്നു. പ്രത്യേകത അതല്ല, ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അത് പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായി മാറും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉടമസ്ഥനായ, നമ്മുടെ യജമാനനായ ദൈവത്തിന് ഉപയോഗമുള്ള നല്ല മാനപാത്രമായി ഞാനും നിങ്ങളും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹീനകാര്യത്തിനല്ല, നമ്മുടെ ജീവിതം മാനകാര്യത്തിനായി ഉപയോഗിക്കപ്പെടണം. താൽക്കാലികമായി ലോകത്തിലെ എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന് വേണ്ടിയുള്ള ജീവിതമല്ല, ഇവിടെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ജീവിതമല്ല, നിത്യതയിൽ പ്രയോജനമുണ്ടാകുന്ന നമ്മുടെ യജമാനനായ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതം നയിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിന് എന്താണ് ചെയ്യേണ്ടത്? അവിടെ പറയുന്നു, അതിന് ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവനൊക്കെയും വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമുള്ള മാനപാത്രം ആയിരിക്കും. ഇത് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ ദൂത്, കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിനു വേണ്ടി ഞാനും നിങ്ങളും പ്രയോജനപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി ആദ്യം നമുക്ക് വേണ്ടത് ഒരു ശുദ്ധീകരണമാണ്. നാം നമ്മെ തന്നെ വെടിപ്പാക്കുക, ശുദ്ധീകരിക്കുക. ഈ പദം സാധാരണ വിശ്വാസികളോടോ പാസ്റ്റർമാരോടോ ഒക്കെ പറയുമ്പോൾ, ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ശുദ്ധീകരണം ആവശ്യമില്ല, ഞങ്ങൾ ഇപ്പോൾ വിശുദ്ധരായി തീർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് നല്ലൊരു കൂട്ടരും. പക്ഷേ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മിലുള്ള അശുദ്ധി തന്നെയാണ്. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. ഈ ലോകം പാപമംഗലമായ ലോകം. ഈ ലോകത്തിലെ ജീവിതത്തിൽ എന്നിലും നിങ്ങളിലും ഏറ്റവും വളരെ പെട്ടെന്ന് പ്രവേശിക്കുന്ന ഒന്നാണ് പാപം, അശുദ്ധി എന്ന് പറയുന്നത്. ഈ അശുദ്ധിയുടെയും പാപത്തിൻ്റെയും കാര്യങ്ങളിൽ ആളുകൾ താരതമ്യപ്പെടുത്തിയിട്ട് പറയാറുണ്ട്, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല. പക്ഷെ തിരുവെഴുത്ത് പറയുന്നത്, ദൈവം വിശുദ്ധനാകിയാൽ വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ പ്രയോജനപ്പെടണമെങ്കിൽ ശുദ്ധീകരണമെന്ന് പറയുന്ന അടിസ്ഥാന കാര്യമുണ്ടായിരിക്കണം. അത് ചെറുതെന്നോ വലുതെന്നോ ഇല്ല.
പ്രവാചകനായ യെശയ്യാവിനെ നമുക്കറിയാം. യെശയ്യാവിൻ്റെ ജീവിതത്തിൽ 5-ാം അധ്യായം വരെ താൻ ജനത്തിൻ്റെ പാപത്തെക്കുറിച്ചും ജനത്തിൻ്റെ അശുദ്ധിയെക്കുറിച്ചുമൊക്കെ പ്രവചിച്ച് നടക്കുകയാണ്. ശക്തമായ പ്രവചനങ്ങൾ. പക്ഷേ 6-ാം അധ്യായത്തിലാണ് യെശയ്യാവിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുണ്ടാകുന്നത്. ഉസിയാവ് രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ വലിയ ദർശനം കണ്ടപ്പോൾ യെശയ്യാവിനും മനസ്സിലായി, ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്, എന്നിൽ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയുണ്ട്, എനിക്ക് വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, എനിക്ക് ഒരു കഴുകൽ പ്രാപിക്കേണ്ടതുണ്ട്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിനു വേണ്ടി നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, അവിടുന്ന് നിങ്ങളെ ശക്തിയോടെ ഉപയോഗിക്കണമെങ്കിൽ, ഇന്നലെ വരെ നിങ്ങളെ ഉപയോഗിച്ചതുപോലെയല്ല, കഴിഞ്ഞ ദിവസം വരെ നിങ്ങളെ ദൈവം ഉപയോഗിച്ചതുപോലെയല്ല, അതിനപ്പുറത്ത് മഹത്വകരമായ ഒരു ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ കാലങ്ങളെപ്പോലെയല്ല, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചെറിയ തെറ്റുകളെപ്പോലും കണ്ടെത്തി, ആ ചെറിയ പിഴവുകളെപ്പോലും കണ്ടെത്തി അതിനകത്ത് ഒരു ശുദ്ധീകരണത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഒരു കഴുകലിന് ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവ് ഈ പുതിയ വർഷത്തിൽ അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ശക്തമായി നിങ്ങളെ ഉപയോഗിക്കും. പലപ്പോഴും പാസ്റ്റർമാരാകട്ടെ വിശ്വാസികളാകട്ടെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെ അവഗണിച്ചു വിടുകയാണ്. പല കാര്യങ്ങളും ഇന്ന് ആളുകൾക്കൊരു പാപമല്ലാതായി മാറി, കള്ളം പറയുന്നത് ഒരു പ്രശ്നമല്ലാതായി മാറി, അല്ലേ? ചെറിയ ചെറിയ തെറ്റുകളെല്ലാം കണ്ണടച്ചു വിടുകയാണ്, സാരമില്ലെന്ന് ചിന്തിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? വിശുദ്ധനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ കഴിയാതെ നിങ്ങളുടെ ജീവിതം, അല്ലേ, പ്രയോജനരഹിതമായി മാറുകയാണ്. ഉടമസ്ഥന് ഉപയോഗമുള്ള ഒരു മാനപാത്രമായി മാറ്റപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടണം. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ നാമമഹത്വത്തിനായി, അവിടുത്തെ വേലയ്ക്കായി, അവിടുത്തെ ശുശ്രൂഷകൾക്കായി എന്നെ ഉപയോഗിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എന്നിലെ അശുദ്ധിയെ കഴുകി വെടിപ്പാക്കണമേ. യെശയ്യാവ് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ യാഗപീഠത്തിൽ നിന്ന് തീ കൊണ്ടുവന്ന അവൻ്റെ നാവിനെ ആ കനൽ കൊണ്ട് തൊട്ടപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഇന്ന് ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി നമ്മിൽ വ്യാപരിക്കുന്ന പരാജയങ്ങൾ, നമ്മിലുള്ള കുറവുകൾ, നമ്മളിലുള്ള അശുദ്ധികൾ, ആ മണ്ഡലത്തിലൊക്കെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ഞാനും നിങ്ങളും അങ്ങനെ ദൈവത്തിന് പ്രയോജനകരമായ അനുഭവത്തിലേക്ക് മാറണമെങ്കിൽ പൂർണ്ണമായും ഞാനും നിങ്ങളും ശുദ്ധീകരണം പ്രാപിച്ച് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിന് തടസ്സമായി? നമ്മിലുള്ള അശുദ്ധി, പരാജയങ്ങൾ. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ കുറ്റമൊന്നുമായിരിക്കില്ല, പക്ഷേ നീതിമാനും വിശുദ്ധനുമായ ദൈവത്തിന് മുമ്പിൽ തെറ്റുകൾ അത് വലിപ്പച്ചെറുപ്പമില്ല. തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്, പാപം എപ്പോഴും പാപം തന്നെയാണ്. ആ പാപവും അശുദ്ധിയും നമ്മിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എത്ര പേര് പ്രാർത്ഥിക്കും ദാവീദിനെ പോലെ, കർത്താവേ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന സകല ജനത്തോടും എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് കർത്താവ് എന്നെ ഉപയോഗിക്കാത്തത്? ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്ക് മുന്നേറാൻ കഴിയാത്തത് എന്താണ്? എന്താണ് എൻ്റെ പരാജയ കാരണം? എന്താണ് എൻ്റെ കുറവിൻ്റെ അടിസ്ഥാനപരമായ കാരണം? അതൊന്ന് കണ്ടുപിടിക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിഞ്ഞാൽ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന നിങ്ങളെ തന്നെ നിങ്ങൾ അറിയുന്നില്ലയോ? വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നമ്മെ പരിശോധിക്കണം. എവിടെയാണ് കർത്താവിന് പ്രയോജനപ്പെടുവാൻ കഴിയാത്ത നിലയിൽ എൻ്റെ ജീവിതത്തിൽ പരാജയം വന്നിരിക്കുന്നത്? എൻ്റെ സംസാരമാണോ? എൻ്റെ പ്രവൃത്തികളിൽ എന്തെങ്കിലുമാണോ? ഞാൻ നിസ്സാരമെന്ന് കരുതുന്ന എന്തെങ്കിലും കാര്യമാണോ? ചിന്തിക്കുക. കർത്താവ് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മിൽ നിന്ന് അശുദ്ധിയുടെ മണ്ഡലം
പരാജയത്തിൻ്റെ മണ്ഡലങ്ങൾ പൂർണ്ണമായി നീക്കം വന്നിരിക്കണം. ഇതാണ് ദൈവം ഉപയോഗിക്കാനുള്ള ആദ്യത്തെ ഘടകം, പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അതിന് നാം മനഃപൂർവ്വം ശുദ്ധീകരണത്തിന് ഇന്നേൽപ്പിച്ചു കൊടുത്താൽ, യാഗപീഠത്തിൽ നിന്ന് കനൽ കൊണ്ടുവന്ന് യശയ്യാവിൻ്റെ നാവിനെ തൊട്ടിട്ട് ശുദ്ധീകരണം ലഭിച്ചതിന് ശേഷമാണ് അവനൊരു വലിയ നിയോഗമുണ്ടായത്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2025 പ്രാരംഭ മാസമാണ്. ഈ ആണ്ടിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ഫലം കായ്ക്കുവാൻ നമ്മിൽ നിന്ന് സകല അശുദ്ധിയുടെ മണ്ഡലവും മാറട്ടെ, സകല പരാജയങ്ങളും മാറിപ്പോകട്ടെ. എത്ര പേർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും? അങ്ങനെ ഏൽപ്പിച്ചാൽ അസാധാരണമായ നിലയിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനിടയായിത്തീരും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നാം പറഞ്ഞു കഴിഞ്ഞു, അത് ശുദ്ധീകരണമെന്ന് പറയുന്നതാണ്. സകല അശുദ്ധിയെയും നീക്കിക്കളയുക എന്നുള്ളതാണ്. നാം അത് സംസാരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വിഷയം, ശുദ്ധീകരിക്കപ്പെട്ട ദൈവജനം അവരുടെ അനുദിന ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു കൂടിയതുപോലെയുള്ള പാപങ്ങളും പരാജയങ്ങളും ഒഴിവാക്കി വിശുദ്ധിയിൽ തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ടാസ്ക്കാണ്. ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളൊരു കാര്യം, ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ വരിക, തെറ്റുകൾ വരുന്നു, പിന്നെ പോയി ദൈവസന്നിധിയിൽ പറയുന്നു, ഏറ്റുപറയുന്നു, അനുതപിക്കുന്നു, പിന്നെയും അതേ തെറ്റുകൾ തന്നെ തുടരുന്നു, ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടൊരു ജീവിതത്തിന് കഴിയാത്ത നിലയിൽ ഇങ്ങനെ പരാജയത്തിൽ വീണും എഴുന്നേറ്റും പോകുന്നൊരു ജീവിതമാണ് എനിക്കും നിങ്ങൾക്കുമെങ്കിൽ കർത്താവിന് നമ്മെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയില്ല. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതത്തിൽ തുടരുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതാണ് കർത്താവ് നമ്മെ ഉപയോഗിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. ആ വാക്യം നമുക്ക് വായിക്കാം. ആ വാക്യം ഇങ്ങനെയാണ്: പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിപ്പീൻ. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധനായ ദൈവത്തിന് മുമ്പാകെ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള തിരുഹിതം. മാനുഷികമായി നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും പാപങ്ങളും ഒക്കെ വരും. പക്ഷേ ഒരു ആത്മീകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമെന്ന് പറയുന്നത് മനഃപൂർവ്വം പാപം ചെയ്യുന്ന ഒരു അനുഭവത്തിൽ നിന്ന് പൂർണ്ണമായും നാം മടങ്ങി വരിക, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക, അതിൽ നിന്ന് നാം പുറത്തു വരിക എന്നുള്ളതാണ് വിശുദ്ധീകരണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് മാനുഷികമായി നമുക്ക് തന്നെ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ വിശുദ്ധീകരണത്തിന് കർത്താവിൻ്റെ കൃപ നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. ദൈവമാണ് നമ്മെ ആ വിശുദ്ധിയിൽ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സമ്പൂർണ്ണ സമർപ്പണം അത്യാവശ്യമാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. റോമർ 12-ന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് സമർപ്പണമുള്ള ഒരു ജീവിതത്തിലാണ്. ദൈവമുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ നമ്മിലേക്ക് ആ വിശുദ്ധീകരണ പ്രക്രിയ നടക്കും. നമ്മളെ വിശുദ്ധീകരിക്കുന്നത് ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്, അവിടുത്തെ വചനമാണ്. നിരന്തരമുള്ള ദൈവിക സമ്പർക്കത്തിലൂടെയാണ്
വിശുദ്ധീകരണം എന്ന മാർഗത്തിലേക്ക്, ആ മണ്ഡലത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രസൻസിലേക്ക് നാം അടുത്തു ചെല്ലുമ്പോഴാണ് നമ്മുടെ കുറവ് നമുക്ക് ബോധ്യമാകുന്നത്. യെശയ്യാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ തെറ്റല്ല എന്ന് തോന്നിയത് പോലും തെറ്റായി തോന്നുന്നത് ദൈവ സാന്നിധ്യത്തോട് ഞാനും നിങ്ങളും അടുക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറെടുത്താൽ നിശ്ചയമായും ദൈവം നമ്മെ പ്രയോജനപ്പെടുത്താൻ ഇടയായിത്തീരും. എന്താ അതിന് വേണ്ടത്? നാം നമ്മുടെ സമയം കർത്താവിന് മുമ്പിൽ ചെലവഴിച്ചിരിക്കണം. കർത്താവിനുമായിട്ട് കൂട്ടായ്മയ്ക്ക് ഈ ദിവസങ്ങളിൽ സമയം കണ്ടെത്താമെങ്കിൽ, പ്രാർത്ഥിക്കുന്നതിന് സമയം കണ്ടെത്താമെങ്കിൽ, വചനം ധ്യാനിക്കുന്നതിന് സമയം കണ്ടെത്താമെങ്കിൽ നിശ്ചയമായും ഒരു വിശുദ്ധ ജീവിതത്തിന് കർത്താവ് നിങ്ങളെ ഒരുക്കും. പലപ്പോഴും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കോ വചനധ്യാനത്തിനോ വ്യക്തിപരമായിട്ടുള്ള മെഡിറ്റേഷനോ സമയമില്ലാത്തതാ പലപ്പോഴും ദൈവികമായ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. എല്ലാവരും വളരെ തിരക്കുള്ളവരാണ്, തിരക്ക് പിടിച്ച ജീവിതമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദൈവസ്ഥലിരുന്ന് ദൈവകൃപ പ്രാപിക്കുവാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ആ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടുമ്പോൾ നമ്മിൽ നിന്ന് വിശുദ്ധീകരണം എന്ന് പറയുന്ന ആ ഒരു കാര്യം നഷ്ടപ്പെടുകയാണ്. നമ്മിൽ നിന്ന് ആ വിശുദ്ധീകരണം കുറയുമ്പോൾ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനുള്ള സാധ്യത കുറയുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയ്ക്ക് കൃത്യമായി സമയമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിന് നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കണം. കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്നതിന് നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കണം. കർത്താവുമായിട്ടുള്ള ആ വാസമാണ് നമ്മളിലേക്ക് വിശുദ്ധീകരണം കൊണ്ടുവരുന്നത്. അവിടുത്തെ വചനവുമായിട്ടുള്ള നമ്മുടെ അടുപ്പമാണ് നമ്മിലേക്ക് വിശുദ്ധീകരണം കൊണ്ടുവരുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴത്തിലാണ് നാം വിശുദ്ധി എന്താണെന്ന് അറിയുന്നത്. അവിടെയാണ് നമ്മുടെ പിതാവിനെ പ്രസാദിപ്പിക്കുവാൻ ഒരു വിശുദ്ധ ജീവിതത്തിന് നാം നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചു കൊടുക്കുകയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തുടങ്ങുന്നത്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതിലൊന്ന് ശുദ്ധീകരണം എന്ന് പറയുന്നൊരു കാര്യമാണ്. സകല അശുദ്ധിയും നമ്മിൽ നിന്ന് നീക്കണം. രണ്ടാമത്തെ കാര്യം, ശുദ്ധീകരിക്കപ്പെട്ട നാം ആ വിശുദ്ധീകരണത്തിൽ തുടർന്ന് ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങളിൽ, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാകാൻ കഴിയുക എന്നുള്ളതാണ് ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുവാനുള്ളതിൻ്റെ ഒരു മാനദണ്ഡമായി ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയ്ക്കകത്ത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെ വായിക്കുന്നു: അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ, പലപ്പോഴും മനുഷ്യന്റെ വിശ്വസ്തത നഷ്ടമാകുന്നത് ചെറിയ കാര്യങ്ങളില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് പലപ്പോഴും അവിശ്വസ്തത ഉണ്ടാകാറുണ്ട്. പക്ഷെ വചനം പറയുന്നത് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നിങ്ങളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും, കർത്താവിൻ്റെ നാമമഹത്വത്തിനായി നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ഞാനും നിങ്ങളും അറിയണം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നു. അവിടെ താലന്തിൻ്റെ വ്യാപാരത്തെക്കുറിച്ച് കർത്താവ് ഉപമ പറഞ്ഞിട്ട് താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തവരോട് പറഞ്ഞതാ. 5 താലന്ത് കൊടുത്തവൻ 5 കൂടെ നേടി. അവനോട് പറയുക,
നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന മേഖല എന്താണെങ്കിലും, ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ എന്താണെങ്കിലും, ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന മേഖല എന്താണെങ്കിലും, ആ പ്രവൃത്തികളിൽ, ആ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസ്തയോടെ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായാൽ, കാണുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. കാരണം കർത്താവ് എല്ലാം നോക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരു ട്രാക്ട് കൊടുക്കുവാൻ ഒരവസരം കിട്ടിയാൽ വിശ്വസ്തയോടെ അത് ചെയ്യുന്നവരുണ്ട്. പ്രാർത്ഥിക്കാൻ ദൈവം തന്ന അവസരം വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആരാധിക്കുവാൻ, പാട്ടുപാടുവാൻ ഒക്കെ, അല്ലേ, ചർച്ചിലെ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനൊക്കെ വിശ്വാസികൾക്ക് സമയമുണ്ട്, അവസരങ്ങളുണ്ട്. ഇതൊക്കെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു പക്ഷേ തീരെ ചെറുതായി തോന്നിയേക്കാം, പക്ഷെ ദൈവം അത് വലുതായി കാണുന്നു. നിങ്ങളത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവം ആളുകളെ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം അവരിപ്പോൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അവിശ്വസ്തത കാണിക്കുന്ന പല ആളുകളെയും ദൈവം തുടർന്ന് അങ്ങോട്ട് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുകയില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകൾ, അവയെക്കുറിച്ച് നിങ്ങൾക്ക് വിശ്വസ്തതയുണ്ടായിരിക്കണം. നിങ്ങളതിൽ വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പണത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സമയത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ചെറിയ കാര്യങ്ങളായിരിക്കാം. നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന നേതൃസ്ഥാനം എന്താണെങ്കിലും അതിനകത്തൊക്കെ വിശ്വസ്തത പുലർത്തുന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ അല്പകാര്യത്തിൽ വിശ്വസ്തരായിരുന്നാൽ കർത്താവ് നിങ്ങളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന് ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഇപ്പോൾ എന്താണോ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ 100% വിശ്വസ്തയോടെ ചെയ്യുമെന്ന് നിങ്ങളൊരു തീരുമാനമെടുത്താൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ദാവീദിൻ്റെ കയ്യിൽ കുറച്ച് ആടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? പക്ഷേ ആ ആടുകളുടെ കാര്യത്തിൽ ദാവീദ് വലിയ വിശ്വസ്തനായിരുന്നു. ഒരു സിംഹത്തിനും ഒരു കരടിക്കും ഈ ആടുകളെ ഇട്ടുകൊടുക്കുവാൻ ദാവീദ് തയ്യാറായില്ല. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുവാൻ ദാവീദ് ഓടിപ്പോയില്ല. ആ ആടുകളെ ഈ വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിച്ചു. സ്വർഗത്തിലെ ദൈവം ദാവീദിൻ്റെ ഈ വിശ്വസ്തത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവിച്ചത്? ഇസ്രായേലിനെ മേയ്ക്കുവാൻ തലവനായി ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്താൻ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതൊരു പക്ഷേ കുടുംബജീവിതമാകാം, കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യമാകാം, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളെ പഠിക്കുന്ന കാര്യമായിരിക്കാം, എന്തുമാകട്ടെ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സകലതും കാണുന്ന ഒരു ദൈവം. ആ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസ്തത പുലർത്തുമ്പോഴാണ് അടുത്ത ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. അല്പകാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. 1, ശുദ്ധീകരണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ സകല അശുദ്ധിയും നീക്കണം. 2, വിശുദ്ധിയിൽ തുടർന്ന് ജീവിക്കണം. 3-ാമത്തെ കാര്യം, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ, അല്പകാര്യങ്ങളിൽ, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാകണം. 4-ാമത്തെ വിഷയമെന്ന് പറയുന്നത്, കർത്താവ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യത കൂടെയാണിത്. അതിന് ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിലിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ താങ്കൾ എപ്പോഴും ദൈവത്തിന് ഉപയോഗിക്കത്തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്നയാളായിരിക്കണം. എപ്പോഴും, അല്ലേ? വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ ആ പ്രാരംഭ ഭാഗത്ത് പറഞ്ഞു. യെശയ്യാവിൻ്റെ നാവിനെ ശുദ്ധീകരിച്ചതിന് ശേഷം ഒരു വലിയ ശബ്ദമുണ്ടാകുക. ആർ നമുക്ക് വേണ്ടി പോകും? ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഈ ശബ്ദം വെളിപ്പെട്ടു വരുമ്പോൾ ഒരു സംശയവുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ യെശയ്യാവ് വിളിച്ചു പറയുക, ഞാനിതാ, അടിയനിതാ, അടിയനെ അയക്കണമേ.
ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, എപ്പോൾ ദൈവം പറഞ്ഞാലും, എവിടേക്ക് പോകാൻ പറഞ്ഞാലും, എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഒരുക്കമുള്ള ആളുകളെയാണ് ദൈവം എല്ലാ കാലത്തും തൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗസയ്ക്കപ്പുറമുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ അരുളപ്പാടുണ്ടായപ്പോൾ സംശയിക്കാതെ, ചോദ്യം ചെയ്യാതെ പോകാൻ തയ്യാറുള്ളൊരു ഫിലിപ്പോസിനെയാണ് ദൈവത്തിന് ആഗ്രഹം, ദൈവത്തിന് ആവശ്യം. അങ്ങനെ ഒരു ഫിലിപ്പോസ് അവിടെ ഉണ്ടായിരുന്നു. അവനിലൂടെ ദൈവം ചിലത് ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ചോദ്യം ചെയ്യാതെ എപ്പോഴും പ്രസൻ്റ് ആയിരിക്കുന്ന, ഞാൻ പോകാമെന്ന് സമ്മതിക്കുന്ന ആളുകളായിരിക്കുന്ന ഒരനുഭവത്തിൽ ഒരുക്കമുള്ളവരായി ആണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ പ്രയോജനപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അത് സമർപ്പണത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. പ്രൈസ് ദി ലോർഡ്. മഴയെക്കുറിച്ചൊരു അറിവും ഉണ്ടായിട്ടില്ല, ഇതുവരെ ആരും മഴ കണ്ടിട്ടില്ല. പക്ഷേ തമ്പുരാൻ പറയുക നോഹയോട്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണം. പിന്നൊന്നും സംശയിക്കാതെ, ചോദ്യങ്ങൾ ചോദിക്കാതെ, ആളുകളുടെ പരിഹാസങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് അതൊന്നും പരിഗണിക്കാതെ നോഹ പെട്ടകം പണിയുക. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിനാവശ്യം ഒരുക്കമുള്ള, എപ്പോഴും ഒരുക്കമുള്ള, എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന, എവിടേക്ക് പോകാൻ പറഞ്ഞാലും പോകുന്ന മനസ്സുള്ളവരെയാണ് കർത്താവിന് ആഗ്രഹം. അവരെയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു തടസ്സവുമില്ല, അല്ലേ? ദൈവരാജ്യം പ്രസംഗിക്കുവാൻ കർത്താവ് ഒരാളോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതെന്താ? ഞാൻ ആദ്യം പോയി എൻ്റെ അപ്പനെ അടക്കുവാൻ എനിക്ക് അനുവാദം തരണം. കർത്താവ് എന്താ അവനോട് പറഞ്ഞത്? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ പോയി ദൈവരാജ്യം അറിയിക്കുക. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്? ആരെയാണ് കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? അത് എപ്പോഴും ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരാ. കർത്താവെ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ അങ്ങയുടെ നാമമഹത്വത്തിനായി ഉപയോഗിക്കണമേ, അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് എന്നെ ഉപയോഗിക്കണമേ, എന്നെ പ്രയോജനപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കർത്താവ് ഉപയോഗിക്കും. അവരെ ചിലയിടത്തേക്ക് ഡമസ്കോസിൽ ഇതാ ഒരുവൻ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കർത്താവിന് അവിടേക്ക് ഒരാളെ അയക്കണം. ആരെ അയക്കും? അതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനന്യാസ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് ദൈവത്തോട് ബന്ധപ്പെട്ട് ഒരുങ്ങി നിൽക്കുന്ന ചിലരെ കർത്താവ് ഈ ദിവസങ്ങളിലേക്ക് അയക്കും, ചില മേഖലകളിലേക്ക് അയക്കും. ഞാനിന്ന് നിങ്ങളുടെ ആത്മാവിൽ ദൂത് പറയുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ ദിവസങ്ങളിൽ പലരും ദൈവത്താൽ ഉപയോഗിക്കപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരുക്കമില്ല എന്നുള്ളതാണ്. അവരൊരുങ്ങിയിരിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ കർത്താവ് എപ്പോൾ വിളിച്ചാലും, എന്ത് ശുശ്രൂഷ ഏൽപ്പിച്ചാലും, എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറുള്ള ദൈവമക്കളെയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരം നിങ്ങൾ ഒരുങ്ങി, കർത്താവെ എന്നെ ഉപയോഗിക്കണമേ, അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി എന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിശ്ചയമായും കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാനിടയായിത്തീരും. അവൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിങ്ങളെ പ്രയോജനപ്പെടുത്തും. അതുകൊണ്ട് എപ്പോഴും കർത്താവിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നിലയിൽ ഒരുക്കത്തോടെ ഇരിക്കുന്നവരായി തീരുക എന്നുള്ളതാണ് കർത്താവ് പ്രയോജനപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രൈസ് ദി ലോർഡ്. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരെയാണ് കർത്താവ് പ്രയോജനപ്പെടുത്തുന്നത്? ആരെയാണ് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അവിടുന്ന് ഉപയോഗിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അവസാനത്തെ ചിന്ത, സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലും ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയാമെന്ന് ചിന്തിക്കുന്ന ഒരാളെയും ദൈവത്തിന് വേണ്ട. സ്വന്തം മിടുക്കുകൊണ്ടും സ്വന്തം പ്രാഗൽഭ്യം കൊണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരെ ആരെയും ദൈവത്തിന് വേണ്ട. കർത്താവ് അവരെ തള്ളിക്കളയും. പകരം കർത്താവിൻ്റെ കൃപ പ്രാപിച്ച്, കർത്താവിൻ്റെ ശക്തി പ്രാപിച്ച്, കർത്താവിൻ്റെ നിയോഗം ഏറ്റെടുത്ത്, ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞ് സമർപ്പിച്ച്, കർത്താവെ നീയാണ് എന്നെ ഉപയോഗിക്കുന്നത്, അങ്ങയുടെ വാക്കുകളാണ് ഞാൻ പറയേണ്ടത്, അങ്ങയുടെ നാമത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ കഴിവിനും എൻ്റെ മിടുക്കിനും എൻ്റെ യോഗ്യതകൾക്കുമൊക്കെ അപ്പുറത്ത് കർത്താവെ നിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയുടെ കൃപയിൽ ഞാൻ
പൂർണ്ണമായി ചാരുന്നു എന്ന് പറഞ്ഞ് ദൈവകൃപയിൽ ശരണപ്പെടുന്നവരെയാണ് കർത്താവ് ഈ ദിവസങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ കർത്താവിൻ്റെ ശക്തമായ മഹത്വകരമായ പ്രവൃത്തിക്ക് ദൈവം ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പോകുകയാണ്. പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെയാ ദൈവം ഉപയോഗിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവരെ. സ്വന്തം കഴിവിലല്ല കേട്ടോ, സ്വന്തം ബലത്തിലല്ല. മോശയുടെ ചരിത്രം നമുക്കറിയാം. മോശ തൻ്റെ 40-ാമത്തെ വയസ്സിൽ സ്വന്തം കഴിവിലും തൻ്റെ സ്വന്തം ശക്തിയിലും ആശ്രയിച്ച് ഇസ്രായേലിനെ വിടുവിക്കുവാൻ, ജനത്തെ വിടുവിക്കുവാൻ താല്പര്യപ്പെട്ടവനാ. അതിനുവേണ്ടി അവൻ ഒരുങ്ങി പുറപ്പെട്ടതാ. ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ദൈവം അവനെ അനുവദിച്ചില്ല. അവൻ അവിടെ നിന്ന് ഓടേണ്ടി വന്നു, മരുഭൂമിയിലേക്ക് പോകേണ്ടി വന്നു. ദീർഘമായ 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നിന്നു. മോശ തൻ്റെ ജീവിതത്തിൽ ആ 40 വർഷം കൊണ്ട് പഠിച്ചൊരു പാഠമുണ്ട്. എൻ്റെ സ്വന്തം ശക്തിയും സ്വന്തം ബലവുമല്ല, എൻ്റെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടണമെങ്കിൽ ദൈവം എന്നെ ഉപയോഗിക്കണം. അത് ഹോരേബിൽ വെച്ച് അവൻ വിളിച്ചു പറഞ്ഞു. ദൈവം അവനോട് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകണം. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ രക്ഷിക്കാൻ ഞാൻ നിന്നെ അയക്കുന്നു. എന്താ മോശ പറഞ്ഞത്? ഇല്ല കർത്താവേ, എനിക്കതിനുള്ള കഴിവില്ല. ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, ഒഴിവുകഴികൾ പറയുക. മോശ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? മോശയ്ക്ക് മനസ്സിലായി, സ്വന്തം കഴിവിൽ സ്വന്തം ബലത്തിൽ അത് നടക്കില്ല. ശ്രമിച്ചതാണ്, അവൻ മനസ്സിലാക്കിയതാണ്. അവിടെ അവൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചപ്പോഴാണ് ദൈവം ലോകം കണ്ട ഏറ്റവും മിടുക്കനായ, ഏറ്റവും ശക്തനായ ഒരു നേതാവാക്കി മോശയെ മാറ്റിയത്. ആ ചരിത്രം നമുക്കൊക്കെ അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും പ്രാഗൽഭ്യം കൊണ്ടും പണം കൊണ്ടും ഒന്നുമല്ല കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. പകരം ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർ തയ്യാറാകും? അവരെ അതിശയകരമായി, അത്ഭുതകരമായി കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുകയാണ്. ഈ 2025 നമുക്ക് കർത്താവിനോട് പറയാം, എന്നെ ഉപയോഗിക്കണമേ, എന്നെ അങ്ങയുടെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തണമേ. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ, ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, നമ്മിൽ നിന്ന് ഹീനമായത്, അശുദ്ധമായത്, മുറുകെ പറ്റുന്നത് ചിലത് പൂർണ്ണമായി നീങ്ങി ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. യജമാനന് ഉപയോഗമുള്ള ഒരു മാനപാത്രമായി ഞാനും നിങ്ങളും മാറണമെങ്കിൽ ചിലതിനെ വിട്ടുകളയണം, ചിലതിനെ ഉപേക്ഷിക്കണം. ഒരു ശുദ്ധീകരണം എല്ലാ മണ്ഡലത്തിലും വെളിപ്പെട്ടു വന്നേ മതിയാകുകയുള്ളൂ. രണ്ടാമത് നാം ചിന്തിച്ചത്, അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട നാം ദിനംതോറും ആ വിശുദ്ധീകരണത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത് നാം ചിന്തിച്ചത്, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായി ജീവിക്കുന്നവരെയാണ് കർത്താവ് തൻ്റെ മഹത്വമുള്ള വേലയിൽ കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നവരെ വലിയ കാര്യങ്ങൾ ദൈവമേൽപ്പിക്കുവാൻ ഇടയായിത്തീരും. നാലാമത്തെ കാര്യം നമ്മുടെ അവൈലബിലിറ്റിയാണ്. നാം എപ്പോഴും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. എപ്പോൾ വിളിച്ചാലും, എന്തു പറഞ്ഞാലും, ഏതർദ്ധരാത്രിയിലും, ഏത് പകലും, ഏത് നേരത്തും കർത്താവ് വിളിക്കുമ്പോൾ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി, അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി, അവിടുത്തെ വേലയ്ക്ക് വേണ്ടി, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറുള്ളവരെയാണ് കർത്താവ് ചിലത് ഏൽപ്പിക്കുന്നത്, കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് കർത്താവിന് വേണ്ടി എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാം. വചനം പറയുന്നത് പോലെ സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുവാൻ പറയുന്നത് പോലെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നമുക്ക് ഒരുക്കത്തോടെ ഇരുന്നാൽ നിശ്ചയമായും ദൈവം നമ്മെ വിളിക്കും, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇറക്കും, കർത്താവ് നമ്മെ പ്രയോജനപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അവസാനമായി നാം ചിന്തിച്ചത്, ആരെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്? സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലും സ്വന്തം യോഗ്യതയിലും ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ശ്രമിക്കുന്നവരെയല്ല. പകരം ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞ്, എനിക്കൊരു യോഗ്യതയുമില്ലെന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിക്കുന്ന, താഴ്മയോടെ സമർപ്പിച്ച് അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നവരെയാണ് കർത്താവ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുക. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനത്തിനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തിനു വേണ്ടി
അങ്ങ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, വ്യത്യാസങ്ങളെക്കുറിച്ച് ഞങ്ങളോട് ഇന്ന് സംസാരിച്ചല്ലോ. അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾക്ക് ജീവിക്കുവാൻ കൃപ നൽകണമേ. ശുദ്ധീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തത പുലർത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവെ, അങ്ങയുടെ നാമത്തിനു വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കഴിവിലും ഞങ്ങളുടെ മിടുക്കിലും ആശ്രയിച്ചല്ലല്ലോ അങ്ങയുടെ വേല ചെയ്യുന്നത്. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ ആ കൃപ പ്രാപിച്ച്, അങ്ങയുടെ ആ കൃപകൾ ധാരാളമായി ഏറ്റെടുത്ത് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പ്രയത്നിക്കുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം കേട്ടതിന് ജനത്തെയൊക്കെ ആശീർവദിക്കണം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.